നമുക്ക് തീരെ കയ്പില്ലാത്ത രീതിക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കട്ടോ. വെള്ള നാരങ്ങ അച്ചാർ. അതിനായിട്ട് ചെറുനാരങ്ങ നന്നായി കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാർക്ക് മുളകും ഉപ്പും സുർക്ക ഒഴിച്ചിട്ട് ഒരാഴ്ച വരെ വെക്കുക. നാരങ്ങ ഇട്ട് വെക്കാൻ ഗ്ലാസിൻ്റെ പാത്രം എടുക്കാൻ നോക്കാൻ കേട്ടോ. പ്ലാസ്റ്റിക് അലുമിനിയം സ്റ്റീലൊന്നും എടുക്കരുത് കേട്ടോ. ഇത് ഒരാഴ്ച മുന്നേ സുർക്കയിൽ ഉപ്പും പച്ചമുളകും ഇട്ടുകൊണ്ട് ഉപ്പിലിട്ടിച്ച് നാരങ്ങ കേട്ടോ. ഇത് എടുത്തിട്ട് നമുക്ക് വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് ചട്ടിക്ക് എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഉലുവ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വെള്ളമുളക് കേട്ടോ. വെള്ള കാക്കാരിയാണ് മുളക് എടുത്തത്, അത് ഇട്ട് കൊടുക്കുക. കറിവേപ്പ്, ഫ്രഷാട്ടോ. മഞ്ഞൾപ്പൊടി, അതുപോലെ കായപ്പൊടി. ഇത് പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറണമെന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തോടൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. അത് പിന്നെ വെള്ളം ചേർക്കട്ടെ, ആവശ്യമില്ല. സുക്കൊന്നും ചേർക്കണ്ട. ഈ രീതിക്ക് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ ഒരാഴ്ച സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നാരങ്ങക്ക് തീരെ കയ്പുണ്ടാവില്ല പറഞ്ഞാൽ തീരെ കയ്പുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അച്ചാർ പൊടി അങ്ങനെയൊക്കെ മസാലകളൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ വെള്ള നാരങ്ങ ആക്കിയിട്ടെടുത്താണ്, മസാലകളും ചേർത്താതെ. ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. അതുപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ.